I could do this all day, I could do this all night, all month, all year, for my whole entire life. Who you know got a home but seen to live on the road, looking like a black gypsy in a caravan of bros. Music for the people, I used to rap on the train. Now I rap on the stage and I'm used to capital gain. I ain't asking for change, I'm good at coining the phrase. What I want is more than ever and never to fade away. ഹലോ ഫ്രണ്ട്സ്, അപ്പോൾ എല്ലാ കൂട്ടുകാർക്കും ഈ ചാനലിലേക്ക് സ്വാഗതം. ഗൈസ്, ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ ചെയ്യാൻ പോകുന്നത് iPhone 12 ഒരു അൺബോക്സിംഗ് ആണ്. അതുകൂടാതെ തന്നെ ഗൈസിൻ്റെ ഒരു ഫസ്റ്റ് ഇംപ്രഷൻസ് കൂടിയാണ്. സോ ഗൈസ്, അപ്പോൾ ഈ വീഡിയോ നമ്മൾ ഫുള്ളായിട്ട് ഒന്നും മിസ് ചെയ്യാതാണ്. ഇന്നത്തെ വീഡിയോ ഭയങ്കര ഒരു കിടിലാച്ച ഒരു ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള വീഡിയോ ആണ്. സോ ഈ വീഡിയോ നിങ്ങൾ ഫുള്ളായിട്ട് ഇതുവരെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് ജസ്റ്റ് ഒന്ന് സബ്സ്ക്രൈബ് അടിക്കുക. അപ്പോൾ നമ്മൾ നേരെ വീഡിയോയിലേക്ക് എടുക്കാം. സോ ഗൈസ്, അപ്പോൾ ഇതാണ് ഗൈസ് നമ്മുടെ iPhone 12 ബോക്സ്. സോ ഗൈസ്, അപ്പോൾ നമ്മളിത് മുമ്പത്തെ വർഷം വെച്ചൊക്കെ കമ്പയർ ചെയ്ത് നോക്കുമ്പോൾ ഗൈസ് ഇതിനകത്ത് നമുക്ക് സൈസിൽ വ്യത്യാസം വന്നിട്ടുണ്ട്. അതുപോലെ തന്നെ ഗൈസ് ഇതിനകത്ത് തിക്നെസ് അതുപോലെ കുറേ സംഭവങ്ങളൊക്കെ നമുക്ക് വ്യത്യാസം വന്നിട്ടുണ്ട്. സോ ഗൈസ്, അപ്പോൾ എനിക്ക് കൂടുതൽ സമയമൊന്നും വേസ്റ്റ് ചെയ്യാൻ വയ്യ. ഞാൻ പെട്ടെന്ന് തന്നെ നമ്മുടെ iPhone ബോക്സ് ജസ്റ്റ് ഒന്ന് തുറക്കാം. സോ ഗൈസ്, ഇപ്പോൾ ബോക്സ് തുറക്കുന്നതിന് മുമ്പേ ഗൈസ് നിങ്ങൾക്ക് ഇവിടെ കാണുന്നില്ലേ, നമുക്കിതാ ഫ്രണ്ട് നമുക്ക് iPhone ഒരു ചെറിയൊരു പിക്കൊക്കെ കൊടുത്തിട്ടുണ്ട്. അതുകൂടാതെ ഗൈസ് നമ്മൾ സൈഡിലേക്ക് നോക്കിയാൽ സൈഡിൽ നമുക്ക് iPhone എന്നൊക്കെ എഴുതിയിട്ടുണ്ട്. അതുകൂടാതെ നമുക്ക് ആപ്പിൾ ലോഗോയും കൂടി കിട്ടുന്നുണ്ട്. സോ ഗൈസ്, അപ്പോൾ ഇതാ നമ്മൾ ബോക്സ് തുറക്കുന്നതിന് മുമ്പേ നമുക്കൊരു ഇച്ചിരി ഒരു പ്ലാസ്റ്റിക് റാപ്പിംഗ് കിട്ടുന്നുണ്ട്. സോ ഗൈസ്, അപ്പോൾ ഇത് തുറക്കാൻ വേണ്ടി നമുക്ക് ഇതാ ഇവിടെ താഴെ തന്നെ ഒരു പുൾ ടാബ് പോലത്തെ സംഭവം കിട്ടുന്നുണ്ട്. സോ ആദ്യമേ തന്നെ ഗൈസ് നമുക്ക് ഈ പുൾ ടാബ് ജസ്റ്റ് ഒന്ന് ഇങ്ങനെ ചെയ്യുമ്പോഴത്തേക്കും ഗൈസ് ഇതാ നമ്മുടെ ഐശ്വര്യമായിട്ട് നമ്മുടെ iPhone ഇവിടെ ഇറങ്ങി വന്നിരിക്കുകയാണ്. സോ ഗൈസ്, അപ്പോൾ ഇനി എനിക്ക് വെയിറ്റ് ചെയ്ത് ഒന്നും നിൽക്കാൻ വയ്യ. ഞാൻ പെട്ടെന്ന് തന്നെ iPhone ജസ്റ്റ് ഒന്ന് അൺബോക്സ് ചെയ്യാം. സോ ഗൈസ്, ഇപ്പോൾ നിങ്ങൾക്ക് ഇവിടെ കാണാമെന്ന് ഗൈസ് നമ്മുടെ ബോക്സിൻ്റെ ലിഡ് ജസ്റ്റ് ഓപ്പൺ ചെയ്യുമ്പോൾ ഗൈസ് എന്തൊരു ഭയങ്കര സാറ്റിസ്ഫാക്ഷനാണ്. നോർമലി ഫോൺസെല്ലാം തുറക്കുന്ന പോലെ ഒന്നുമില്ല, ഇച്ചുകൂടി പെട്ടെന്ന് തന്നെ നമ്മളുടെ ഈ ഫോൺ ഈ ലിഡ് ഇങ്ങനെ ഇളകി വരും. അതുകൂടാതെ ഗൈസ് നമ്മളിത് പുള്ളിയതിന് ശേഷം ഗൈസ് നമ്മളെ ഫോൺ ദാ ഇവിടെ ഡയറക്റ്റ് ഇരിപ്പുണ്ട്. ഗൈസ് ഫോൺ നമുക്ക് ദാ ഇവിടെ ഞാൻ എടുക്കുമ്പോഴത്തേക്കും ഗൈസ് ഇതാ നമ്മുടെ ബ്ലാക്ക് കളറിലാണ് കിട്ടുന്നത്. സോ ഗൈസ്, അപ്പോൾ ഇതിനെക്കുറിച്ച് ഞാൻ ഡീറ്റെയിൽ ആയിട്ട് ഇനി വരാം. പിന്നെ നമ്മുടെ ബോക്സിലെ വേറെ കണ്ടൻസിലേക്ക് നോക്കിയാൽ ഗൈസ് ഇന്ന് നമുക്ക് കിട്ടുന്നത് നമ്മളുടെ ഡോക്യുമെൻറ്റേഷൻസും കാര്യങ്ങളൊക്കെയാണ്. സോ ഗൈസ്, ഇപ്പോൾ ഡോക്യുമെൻറ്റേഷൻസിൽ നമുക്കിതാ കിട്ടുന്ന പോലെ നമ്മുടെ ആപ്പിൾ സ്റ്റിക്കർ ആദ്യമേ തന്നെ കിട്ടുന്നുണ്ട്. അതുകൂടാതെ നമുക്ക് മാനുവൽ ഗൈഡ്, ക്വിക്ക് സ്റ്റാർട്ട് ഗൈഡ് അതുപോലത്തെ കുറേ സംഭവങ്ങളൊക്കെ കിട്ടുന്നുണ്ട്. സോ ഗൈസ്, ഇപ്പോൾ നമ്മുടെ മുമ്പത്തെ വർഷത്തിൽ ഈ അഡാപ്റ്ററും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. ഇപ്പോൾ അവർ ഈ വേസ്റ്റിൻ്റെ കാര്യങ്ങളൊക്കെ പറഞ്ഞ് അവർ ഇതെല്ലാം റിമൂവ് ചെയ്തിരിക്കുകയാണ്. ഇതിനകത്ത് റിമൂവ് മാത്രമല്ല ചെയ്തിരിക്കുന്നത്, അവർ iPhone 11 സീരീസിലൊക്കെ അവർ മുമ്പത്തെ വർഷത്തെ എല്ലാം അവർ റിമൂവ് ചെയ്തിരിക്കുകയാണ്. സോ ഗൈസ്, അപ്പോൾ ഇത്രയുള്ള നമ്മുടെ ബോക്സ് കോണ്ടൻറ്റിനെ കുറിച്ച്. ഇനി നമുക്ക് നേരെ നമ്മുടെ ഫോണിലേക്ക് വരാം. ഗൈസ്, ഇപ്പോൾ നമ്മുടെ ഫോണിലേക്ക് ഇപ്പോൾ നോക്കിയാൽ ഗൈസ് നിങ്ങൾക്ക് ഇവിടെ കാണുന്നല്ലോ ഒരു സ്റ്റിക്കർ പോലത്തെ ഒരു വൈറ്റ് സ്റ്റിക്കർ പോലത്തെ ഒരു സംഭവം കിട്ടുന്നുണ്ട്. സോ ഗൈസ്, അപ്പോൾ നമുക്ക് ഈ പുൾ ടാബ് ഉപയോഗിച്ച് ഇത് ജസ്റ്റ് ഒന്ന് റിമൂവ് ചെയ്ത് കളയാം. സോ ഗൈസ്, അപ്പോൾ ഇത് റിമൂവ് ചെയ്യുന്നത് വരെ ഭയങ്കര സാറ്റിസ്ഫാക്ഷൻ തരുന്ന ഒരു സംഭവമാണ്. ഗൈസ്, ഇപ്പോൾ നിങ്ങൾക്ക് ഇവിടെ കാണുന്നല്ലോ നമ്മുടെ iPhone ഇവിടെ ഭയങ്കര ഒരു ഫ്രഷ് ആയിട്ടുള്ള ഒരു ലുക്കിലായിട്ട് വന്നിരിക്കുകയാണ്. സോ ഗൈസ്, അപ്പോൾ ഇനി നമുക്ക് ആദ്യമേ തന്നെ എനിക്ക് വെയിറ്റ് ചെയ്യാൻ പറ്റുന്നില്ല, ഞാൻ പെട്ടെന്ന് തന്നെ നമ്മുടെ iPhone ജസ്റ്റ് ഒന്ന് ബൂട്ട് ചെയ്തെടുക്കാം. സോ ഗൈസ്, അപ്പോൾ ഇതാ നമ്മുടെ പവർ ബട്ടൺ ദാ ഈ സൈഡിലാണ് എത്തുന്നത്. സോ ഗൈസ്, അപ്പോൾ ഞാൻ ഇത് ക്ലിക്ക് ചെയ്തതിന് ശേഷം ദാ ഇവിടെ നിങ്ങൾക്ക് കാണുന്നില്ല ഗൈസ് നമ്മുടെ ആപ്പിൾ ലോഗോ ഇവിടെ വന്നിരിക്കുകയാണ്. ഗൈസ്, അപ്പോൾ ഇത് ആപ്പിൾ ലോഗോ വന്നതിന് ശേഷം ഇത് ഓണായി വരുന്നവരെ നമുക്ക് ഇതിൻ്റെ ഫിസിക്കൽ ഓവർവ്യൂ ജസ്റ്റ് ഒന്ന് നോക്കാം. ഗൈസ്, ഇപ്പോൾ നമ്മുടെ റൈറ്റ് ഹാൻഡ് സൈഡിൽ നമുക്ക് ഒരു വലിയൊരു പവർ ലോക്ക് അൺലോക്ക് ബട്ടൺ കിട്ടുന്നുണ്ട്. അതുകൂടാതെ നമ്മൾ ബോട്ടം സൈഡിൽ നമുക്ക് ലൈറ്റ്നിങ് പോർട്ട് കിട്ടുന്നുണ്ട്. അതുകൂടാതെ ഗൈസ് നമ്മളുടെ മൈക്ക് ഹോളും അതുകൂടാതെ തന്നെ നമ്മുടെ സ്പീക്കർ ഗ്രിൽസും. സോ ഗൈസ്, അപ്പോൾ ഇതിനകത്ത് ഞാൻ ആദ്യമേ തന്നെ സ്പെസിഫൈ ചെയ്യുന്നത് ഇതിനകത്ത് ഗൈസ് നമുക്ക് സ്റ്റീരിയോ സ്പീക്കേഴ്സാണ് കിട്ടുന്നത്. ഒന്ന് ഗൈസ് നമുക്ക് ഇതാ ഇവിടെ കിട്ടുന്നുണ്ട്. അതുകൂടാതെ ഗൈസ് ഒന്ന് നമുക്ക് നമ്മുടെ ഇയർ പീസിൻ്റെ അടുത്തും കിട്ടുന്നുണ്ട്. പിന്നെ നമ്മുടെ ലെഫ്റ്റ് ഹാൻഡ് സൈഡിലേക്ക് നോക്കിയാൽ ഗൈസ് നമ്മൾ ലെഫ്റ്റ് ഹാൻഡ് സൈഡിൽ നമുക്ക് അലേർട്ട് സ്ലൈഡർ കിട്ടുന്നുണ്ട്. ഇതിനകത്ത് നമുക്ക് നമ്മുടെ iPhone മ്യൂട്ട് ആക്കാനും സൈലൻ്റ് ആക്കാനും കാര്യങ്ങളൊക്കെ. അതുകൂടാതെ തന്നെ ഗൈസ് നമുക്ക് വോളിയം കീസ് അപ്പ് ആൻഡ് ഡൗണും കൂടി കിട്ടുന്നുണ്ട്. ഗൈസ്, ഇപ്പോൾ നിങ്ങൾക്ക് ഇവിടെ കാണാവുന്ന പോലെ ഗൈസ് നമ്മുടെ iPhone ഇവിടെ വന്നിരിക്കുകയാണ്. സോ ഗൈസ്, അപ്പോൾ ഇനി അടുത്ത സംഭവം എന്താണെന്ന് വെച്ചാൽ നമ്മുടെ iPhone ജസ്റ്റ് പെട്ടെന്ന് സെറ്റപ്പ് ആക്കി എടുക്കുന്നത്. സോ ഗൈസ്, അപ്പോൾ ആദ്യമേ തന്നെ ഗൈസ് ഹോല ഹലോ എന്നൊക്കെ കാണിച്ചിട്ടുണ്ട്. സോ ഇതൊന്നും നമുക്ക് നോക്കണം, നമുക്ക് പെട്ടെന്ന് നമ്മുടെ iPhone ജസ്റ്റ് ഒന്ന് സെറ്റപ്പ് ആക്കി എടുക്കാം. സോ ഗൈസ്, അപ്പോൾ ഇത് നമ്മൾ എല്ലാം ചെയ്തതിന് ശേഷം ഗൈസ് നമുക്ക് അതായത് നിങ്ങൾക്ക് ഇവിടെ കാണുന്ന പോലെ വെൽക്കം ടു iPhone എന്ന് പറയുന്നൊരു സംഭവം കിട്ടുന്നുണ്ട്. സോ ഗൈസ്, അപ്പോൾ നമുക്ക് താഴെ തന്നെ ഒരു ബാർ പോലത്തെ സംഭവം കിട്ടുന്നുണ്ട്. സോ ഗൈസ്, അപ്പോൾ ആദ്യമേ തന്നെ നമ്മുടെ iPhone ജസ്റ്റ് ഒന്ന് അൺലോക്ക് ചെയ്യുമ്പോൾ തന്നെയായിരിക്കും ഗൈസ് ഭയങ്കര ഒരു വലിയൊരു സാറ്റിസ്ഫാക്ഷൻ. സോ ഗൈസ്, അപ്പോൾ നമ്മളുടെ iPhone ഇവിടെ സക്സസ്ഫുള്ളി തുറന്നിരിക്കുകയാണ്. പിന്നെ നിങ്ങൾക്ക് നിങ്ങളുടെ സ്വന്തമായിട്ട് ഗൈസ് ചുമ്മാ കസ്റ്റമൈസേഷൻ ചെയ്യാം. അതുപോലെ തന്നെ ഓരോ കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് ജസ്റ്റ് ഒന്ന് സെറ്റ് ചെയ്യാവുന്നതായിരിക്കും. സോ ഗൈസ്, അപ്പോൾ ഞാൻ എന്താ എല്ലാം ജസ്റ്റ് ഒന്ന് ഫുള്ളി നമ്മുടെ സംഭവം ജസ്റ്റ് ഒന്ന് സെറ്റാക്കി വെച്ചിട്ട് ഞാൻ ജസ്റ്റ് ഒന്ന് വരാം.
സോ ഗൈസ്, അപ്പോൾ നിങ്ങൾക്ക് കാണാവുന്ന ഗൈസ് നമ്മുടെ ഐഫോൺ ഇവിടെ സക്സസ്ഫുള്ളി ഞാൻ എല്ലാം സെറ്റാക്കിയിരിക്കുകയാണ്. നിങ്ങൾക്ക് ഇവിടെ കാണുന്ന ഗൈസ് നിങ്ങൾക്ക് ക്യാമറയിൽ അത്രയ്ക്ക് സ്മൂത്തായിട്ടൊന്നും കാണത്തില്ലായിരിക്കും. പക്ഷേ ഗൈസ് നിങ്ങളുടെ കയ്യിലൊരു ഐഫോൺ ഇരിക്കും, നിങ്ങൾക്ക് അതിൻ്റെ എന്ത് സ്മൂത്ത്നെസ് ആണ് അതിൻ്റെ നെക്സ്റ്റ് ലെവൽ വരെ നിങ്ങൾക്ക് മനസ്സിലാവുന്നതായിരിക്കും. സോ ഗൈസ്, അപ്പോൾ ഇവർ 120 ഹെർട്സ് എന്നൊന്നും പറയുന്നില്ല. സ്റ്റിൽ ഗൈസിനകത്തുള്ള 60 ഹെർട്സ് തന്നെ ഭയങ്കര സെറ്റായിട്ടുള്ളൊരു സംഭവമാണ്. ഭയങ്കര സ്മൂത്ത്നെസ് ആണ് നമുക്കിതിനകത്ത് കിട്ടുന്നത്. പ്രത്യേകിച്ച് ഗൈസിൻ്റെ ആനിമേഷൻസ് ഭയങ്കര കിഡിലായിട്ടുള്ള ആനിമേഷൻസ് ഒക്കെയാണ്. സോ ഗൈസ്, അപ്പോൾ നമുക്ക് കൂടുതൽ സമയം വേസ്റ്റ് ചെയ്യാതെ ആദ്യമേ തന്നെ ഗൈസ് നമുക്ക് ഇതിനകത്തുള്ള നമ്മളുടെ ഇൻ ആൻഡ് ഫീലും അതുപോലെ തന്നെ ഇതിൻ്റെ ഫോം ഫാക്ടറും കാര്യങ്ങളെക്കുറിച്ചൊക്കെ സംസാരിക്കാം. ഗൈസ്, നമ്മുടെ ഐഫോൺ 12 എന്ന് വെച്ചാൽ ഇതെന്ന് ഗൈസ് നമ്മുടെ മുമ്പത്തെ ഐഫോൺ 11 സെയിം സൈസൊക്കെ തന്നെയാണ്. സോ ഗൈസ്, ഇപ്പോൾ നിങ്ങൾക്ക് അറിയാവുന്ന പോലെ ഗൈസ് ഇതിനകത്ത് നമുക്കൊരു ബോക്സി ടൈപ്പ് ഓഫ് ഡിസൈനാണ് നമുക്കിതിനകത്ത് കിട്ടുന്നത്. ഇതിൻ്റെ ഫ്രെയിംസിൻ്റെ സ്ഥലമൊക്കെ ഒന്ന് എടുത്ത് നോക്കിയാൽ ഭയങ്കരമായിട്ട് റൗണ്ടഡ് ആയിട്ടുള്ള സ്ഥലമൊന്നുമല്ല, ഇച്ചിരി നമുക്ക് ബോക്സി ആയിട്ടുള്ള ഒരു ഡിസൈനാണ് ഇതിനകത്ത് നമുക്ക് കിട്ടുന്നത്. സോ ഗൈസ്, അപ്പോൾ ഇത് കൈ നമുക്ക് അപ്പോൾ പിടിക്കുമ്പോൾ തന്നെ നമുക്ക് നല്ലൊരു ഗ്രിപ്പ് നമുക്ക് ഫീൽ ചെയ്യുന്നതായിരിക്കും. പിന്നെ ഇതിൻ്റെ ബാക്ക് സൈഡിലേക്ക് നോക്കിയാൽ ഗൈസ് ബാക്ക് സൈഡ് എന്ന് വെച്ചാൽ ഒരു ഗ്ലോസി ടൈപ്പ് ഓഫ് ഫിനിഷാണ് നമുക്ക് ഇതിനകത്ത് കിട്ടുന്നത്. പക്ഷേ ഇതിൻ്റെ ഫ്രെയിം നമുക്ക് ഒരു മാറ്റ് ഫിനിഷായിട്ടാണ് കിട്ടുന്നത്. പക്ഷേ നമ്മുടെ ഐഫോൺ 12 പ്രോയിലൊക്കെ നോക്കിയാൽ അതിനകത്ത് കേസ് നമുക്ക് ബാക്ക് മാറ്റായിട്ടാണ് കിട്ടുന്നത്. പക്ഷേ കേസിൻ്റെ ഫ്രെയിം ഗ്ലോസി ആയിട്ടാണ് നമുക്ക് കിട്ടുന്നത്. സോ കേസ്, ഇപ്പോൾ ഇതിൻ്റെ ഫ്രെയിം മാറ്റ് ആയതുകൊണ്ട് തന്നെ ഇതിനകത്ത് നമുക്ക് ഫിംഗർ പ്രിൻറ്റ്സ് ഒന്നും അത്രയ്ക്കൊന്നും പതിയത്തില്ല. പക്ഷേ ഇതിൻ്റെ ബാക്ക് സൈഡിലേക്ക് നോക്കിയാൽ സോ കേസ്, ഇപ്പോൾ നമുക്ക് ഇതിനകത്ത് ഗ്ലോസി ടൈപ്പ് ഓഫ് ബാക്ക് സ്ഥലം കിട്ടുന്നുണ്ട്. അതുകൊണ്ട് തന്നെ കേസ് ഇതിനകത്ത് നമുക്ക് ഇച്ചിരി കൂടുതൽ ഫിംഗർ പ്രിൻറ്റ്സൊക്കെ ഇത് ഭയങ്കരമായിട്ട് എടുക്കുന്നുണ്ട്. സോ കേസ്, അപ്പോൾ എനിക്കിതിനകത്ത് ചെറുതായിട്ടൊരു പോരായ്മയായിട്ട് തോന്നുന്നുണ്ട്. പക്ഷേ കേസ് നമ്മൾ എല്ലാ ആംഗിൾസിൽ നിന്ന് നോക്കിയാൽ കേസ് നമ്മൾ ഐഫോണിൻ്റെ ബാക്ക് സൈഡ് നമ്മൾ ഒരു ഫിംഗർ പ്രിൻറ്റ്സ് ഒന്നും ഇല്ലാതിരിക്കുമ്പോൾ ഭയങ്കര രസമായിട്ടാണ് കാണുന്നത്. പിന്നെ നമുക്ക് സംസാരിക്കാം ഇതിൻ്റെ ഡിസ്പ്ലേനെ കുറിച്ച്. സോ ഗൈസ്, ഇപ്പോൾ ഇത് മുമ്പത്തെ വർഷം പോലെ സെയിം തന്നെയാണ്, മുമ്പത്തെ ഐഫോൺ പോലെ സെയിം തന്നെയാണ്. അതിനകത്ത് നമുക്ക് 6.1 ഇഞ്ചിൻ്റെ ഒരു ഫുൾ HD പ്ലസിൻ്റെ ഒരു സൂപ്പർ റെറ്റിന XDR ഡിസ്പ്ലേ ആണ് ഇതിനകത്ത് നമുക്ക് കിട്ടുന്നത്. അപ്പോൾ ഇതെന്ന് വെച്ചാൽ ഒരു OLED ഡിസ്പ്ലേ ആണ്. അതുകൊണ്ട് തന്നെ ഇതിനകത്ത് നമുക്ക് ബ്ലാക്ക്സ് എല്ലാം കറക്റ്റ് ബ്ലാക്ക് ആയിട്ടാണ് കാണുന്നത്. പിന്നെ ഇത് നമ്മൾ ഡിസ്പ്ലേ തന്നെ നോട്ടീസ് ചെയ്യുമ്പോഴത്തേക്കും ഗൈസ് നമുക്ക് ആദ്യമേ തന്നെ ഒരു വലിയൊരു നോച്ച് കിട്ടുന്നുണ്ട്. സോ ഗൈസ്, അപ്പോൾ കുറേ റൂമേഴ്സൊക്കെ വന്നതെന്ന് വെച്ചാൽ ഈ നോച്ച് ഭയങ്കര ചെറുതാവും, ഇച്ചിരി കംപ്രസ് ആവും എന്നൊക്കെ പറഞ്ഞാണ്. പക്ഷേ ഗൈസ് ഇത് മുമ്പത്തെ വർഷം പോലെ സെയിം ടു സെയിം ആണ്. കാരണം ഗൈസ് അവരുടെ സെൻസറും കാര്യങ്ങളൊക്കെ അവിടെ ഫിറ്റ് ആവുന്നതായിരിക്കും. സോ ഗൈസ്, അപ്പോൾ ഇതിൻ്റെ വ്യൂയിങ് ആംഗിൾസിനും അതുകൂടാതെ തന്നെ ഇതിൻ്റെ നമുക്ക് ഫുള്ളി എക്സ്പീരിയൻസിലേക്ക് നോക്കിയാൽ ഗൈസ് ഇത് ഭയങ്കര സെറ്റാണ്. ഓൾറെഡി ഗൈസ് ഇത് ഫ്ലാഗ്ഷിപ്പ് ഫോണാണ്. നിങ്ങൾ എന്തായാലും പ്രതീക്ഷിക്കുക. സോ ഗൈസ്, അപ്പോൾ നമ്മുടെ ബാറ്ററി സൈഡിലേക്ക് നോക്കിയാൽ ഗൈസ് നമ്മുടെ ബാറ്ററി സൈഡിലേക്ക് ഞാൻ റിവ്യൂ ഇടുന്ന സമയത്ത് അതിനെക്കുറിച്ച് കൂടുതലായിട്ട് നിങ്ങൾക്ക് സ്റ്റാറ്റ്സും കാര്യങ്ങളൊക്കെ തരുന്നതായിരിക്കും. അടുത്തായിട്ട് ഗൈസ് നമ്മൾ എൻ്റെ UIയും OSൻ്റെ കാര്യങ്ങളൊക്കെ നോക്കിയാൽ ഗൈസ് ഇതിനെക്കുറിച്ച് ഒന്നും പറയേണ്ട ആവശ്യമൊന്നുമില്ല. ഗൈസ്, അപ്പോൾ ഇതിൻ്റെ UI എന്ന് വെച്ചാൽ ഭയങ്കരമായിട്ട് സ്മൂത്താണ്. എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ട ഒരു UI ആണ്. സോ ഗൈസ്, ഇപ്പോൾ ഇതിനകത്ത് നമുക്ക് iOS 14 ആണ് കിട്ടുന്നത്. സോ ഗൈസ്, അപ്പോൾ ഇതിൻ്റെ UIനെ കുറിച്ച് നമുക്ക് കൂടുതലൊന്നും പറയേണ്ട ഗൈസ്. ഇത് ഭയങ്കരമായിട്ടുള്ള സ്മൂത്തായിട്ട് UI ആണ്. നമ്മൾ ആപ്ലിക്കേഷൻ ഓപ്പൺ ചെയ്താലും ഭയങ്കര സൂപ്പർ ഫാസ്റ്റ് ആയിട്ടാണ് എല്ലാ ആപ്ലിക്കേഷനും ലോഡായി വരുന്നത്. ഭയങ്കര ചെറിയ സമയം എടുക്കത്തുള്ളൂ എല്ലാ ആപ്ലിക്കേഷനും ലോഡായൊക്കെ വരുന്നത്. നിങ്ങൾക്കിവിടെ കാണാമെന്നില്ല ഗൈസ്, ഭയങ്കര സ്മൂത്തായിട്ടാണ് ആനിമേഷൻസ് കാര്യങ്ങളൊക്കെ. പക്ഷേ ഗൈസ് നിങ്ങൾക്ക് ക്യാമറയിൽ അത്രയ്ക്കും സെറ്റായിട്ടൊന്നും കാണത്തില്ല. പക്ഷേ ഗൈസ് നിങ്ങൾ റിയലി നിങ്ങളുടെ കയ്യിൽ ഫോൺ ഉണ്ടെങ്കിൽ അതിനുശേഷം നിങ്ങൾ ജസ്റ്റ് എല്ലാ ആപ്ലിക്കേഷൻ ഓപ്പൺ ചെയ്ത് നോക്കിയാൽ ഭയങ്കര സ്മൂത്ത് എന്ന് വെച്ചാൽ ഭയങ്കര സ്മൂത്ത്, എനിക്ക് പറഞ്ഞറിയിക്കാൻ പോലും പറ്റാത്ത അത്രയും അധികം സ്മൂത്താണ് ഗൈസ്. പിന്നെ നമുക്ക് ഇതിൻ്റെ പെർഫോമൻസ് സൈഡിലേക്കൊക്കെ നോക്കിയാൽ ഗൈസ് ഇതിനകത്ത് നമുക്ക് A14 ബയോണിക് ചിപ്പാണ് കിട്ടുന്നത്. സോ ഗൈസ്, അപ്പോൾ ഇത് ഇപ്പോൾ തന്നെ വേൾഡിലെ ഏറ്റവും ബെസ്റ്റ് ചിപ്പാണ്. ഇതെന്ന് വെച്ചാൽ 5 നാനോമീറ്റർ ചിപ്സെറ്റ് ആണ്. അതുകൂടാതെ തന്നെ ഗൈസ് ഇത് ഭയങ്കരമായിട്ട് ബാറ്ററി എഫിഷ്യൻ്റ് ആണ്. അതുകൊണ്ട് തന്നെ ഗൈസ് ആപ്പിൾ മുമ്പത്തെ വർഷം വെച്ച് ഇതിൻ്റെ ബാറ്ററി ഇച്ചിരി കുറച്ചതാണ്. കാരണം ഗൈസ് ഇത് കുറച്ചാലും ഇതിൻ്റെ എഫിഷ്യൻസി കാണാൻ നമുക്ക് അത്യാവശ്യം നല്ല ബാറ്ററി കിട്ടുന്നതായിരിക്കും. സോ ഗൈസ്, അപ്പോൾ നിങ്ങൾ ഗെയിംസ് കളിക്കുന്നതിനെ കുറിച്ച് നോക്കിയാൽ ഗൈസ് നമ്മൾ എന്തായാലും ഗൈസ് ഒരു ഉറപ്പാണ് നമുക്ക് ഈ വേൾഡിലുള്ള നമ്മളെ മൊബൈലിൽ കളിക്കാൻ പറ്റുന്ന എല്ലാ ഗെയിംസും ഗൈസ് നമുക്ക് ഭയങ്കര സ്മൂത്ത് രീതിയിൽ നമുക്ക് കളിക്കാൻ പറ്റുന്നതായിരിക്കും. സോ ഗൈസ്, ഇപ്പോൾ ഇതിൻ്റെ ഗെയിമിംഗ് റിവ്യൂവും കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് ഫ്യൂച്ചറിൽ കിട്ടുന്നതായിരിക്കും. പിന്നെ നമ്മുടെ ആപ്പിൾ കമ്പനികൾ ഭയങ്കരമായിട്ട് ഇമ്പോർട്ടൻസും ഭയങ്കരമായിട്ട് കുറേ സമയമൊക്കെ പറഞ്ഞ സംഭവം 5G ആണ്. സോ ഇതിപ്പോൾ ഇതിനകത്ത് നമുക്ക് 5G ഒക്കെ കിട്ടുന്നുണ്ട്. പക്ഷേ നിങ്ങൾ 5G കുറേ വർഷമൊക്കെ കഴിഞ്ഞിട്ട് വരുന്ന സമയത്ത് നിങ്ങൾ ഇത് യൂസ് ചെയ്യുമ്പോഴത്തേക്കും നിങ്ങൾക്ക് 4Gൻ്റെ അകത്ത് ബാറ്ററി ഒന്നും കിട്ടത്തില്ല, ഒബ്വിയസ്ലി ആണ്. പിന്നെ നമുക്ക് ഇനി സംസാരിക്കാം എൻ്റെ ക്യാമറയെ കുറിച്ച് ഗൈസ്. അപ്പോൾ ക്യാമറയെ കുറിച്ച് ഞാൻ സംസാരിച്ചാൽ ഗൈസ് ഇതിനകത്ത് നമുക്ക് ബാക്കിൽ 12+12 മെഗാ പിക്സലിൻ്റെ ഒരു ബാക്ക് റിയർ ഫേസിങ് ക്യാമറ ആണ് കിട്ടുന്നത്. അതുകൂടാതെ ഗൈസ് നമുക്ക് ഫ്രണ്ടിൽ കിട്ടുന്നതും 12 മെഗാ പിക്സലിൻ്റെ ഒരു ക്യാമറ ആണ്. സോ ഇതിൻ്റെ ബാക്ക് ക്യാമറ പെർഫോമൻസിലേക്ക് നോക്കിയാൽ
സോ ഇതിപ്പോൾ നമ്മൾ ഏത് ഫോട്ടോ എടുത്താലും കേസ് ഭയങ്കരമായിട്ട് സാച്ചുറേറ്റഡ് ആയിട്ടുള്ള ഫോട്ടോസൊന്നും അല്ലായിരിക്കും, നല്ല നാച്ചുറൽ ആയിട്ടുള്ള ഫുൾ നാച്ചുറൽ കളേഴ്സിലായിരിക്കും നമുക്ക് കിട്ടുന്നത്. പിന്നെ കേസ് നമുക്ക് അത് പോയിട്ട് എഡിറ്റ് ചെയ്യാവുന്നതായിരിക്കും. പിന്നെ ഈ ഇതിനകത്ത് നമ്മൾ ബാക്ക് ക്യാമറയിൽ പോർട്രേറ്റ് ഷോട്ട്സ് ഒക്കെ എടുക്കുമ്പം ചില സമയത്ത് കേസ് ഇതിനകത്ത് നമുക്ക് എഡ്ജ് ഡിറ്റക്ഷൻ അത്രയ്ക്കും ഭയങ്കരമായിട്ട് കിട്ടുന്നില്ല. പക്ഷേ ഇതൊക്കെ ഫ്യൂച്ചർ അപ്ഡേറ്റ്സിലൊക്കെ ശരിയാവുമെന്ന് വിശ്വസിക്കുന്നു. പിന്നെ നമ്മൾ ഫ്രണ്ട് ക്യാമറയിൽ നോക്കിയാൽ കേസ് ഫ്രണ്ട് ക്യാമറ അടിപൊളി ക്യാമറയാണ്, ഒന്നും പറയാനില്ല കേസ്. നമുക്ക് ഫ്രണ്ട് ക്യാമറയിലും വീഡിയോ കിട്ടുന്നുണ്ട്, നമുക്ക് ബാക്കിലും ഫ്രണ്ടിലും നമുക്ക് 4K 60 FPS ആണ് കിട്ടുന്നത്. അതുകൂടാതെ ഇത് ഭയങ്കരമായിട്ടുള്ള സ്മൂത്ത് ആയിട്ടുള്ള നമുക്ക് വീഡിയോ ഫുട്ടേജസ് ഒക്കെ തരുന്നതായിരിക്കും. പിന്നെ അതുകൂടാതെ ഐഫോൺസ് ഒക്കെ എന്തായാലും മിക്കത് അറിയപ്പെടുന്നത് വീഡിയോസിനായിരിക്കും. സോ ഇത് അതുപോലെ തന്നെ ഭയങ്കര സ്മൂത്ത് ആയിട്ട് ഭയങ്കര സ്റ്റെബിലൈസ്ഡ് ആയിട്ടുള്ള വീഡിയോ ആണ്. അതുകൂടാതെ ഭയങ്കര ക്വാളിറ്റിയുള്ള വീഡിയോസ് എന്തൊക്കെയാണ് അത് നമുക്ക് കിട്ടുന്നത്. ഗൈസ്, അപ്പോൾ ഇതിൻ്റെ വീഡിയോ സംഭവത്തിൽ എനിക്ക് അൾട്രാ വൈഡ് ഇച്ചിരി കൂടി ഇഷ്ടപ്പെട്ടിട്ടുണ്ട്. കാരണം നമുക്ക് ഭയങ്കര രസത്തിലാണ് അൾട്രാ വൈഡ് ഒക്കെ വരുന്നത്. അതുകൂടാതെ നമുക്ക് നല്ല FOV ഒക്കെ കിട്ടുന്നുണ്ട് ഇതിൻ്റെ അൾട്രാ വൈഡ് സെൻസറിൽ. പിന്നെ ഇതിനകത്ത് നമുക്ക് മെയിനായിട്ട് സ്ലോ മോഷൻ കിട്ടുന്നുണ്ട്, ടൈം ലാപ്സ് കിട്ടുന്നുണ്ട്, അതുപോലെ തന്നെ പാൻറോമ കിട്ടുന്നുണ്ട്, പിന്നെ വേറെ കുറേ ഇമ്പോർട്ടൻറ്റ് ഫീച്ചേഴ്സ് ഒക്കെ കിട്ടുന്നുണ്ട്. പിന്നെ ഇതിനകത്ത് വേറെ മെയിനായിട്ടുള്ള നമ്മുടെ വീഡിയോ നോക്കിയാൽ നമുക്ക് ഇതിനകത്ത് ഡോൾബി വിഷൻ കിട്ടുന്നുണ്ട്. അതുകൂടാതെ ഇത് ലോകത്തെ ഏറ്റവും ഫസ്റ്റ് ഫോണാണ് നമുക്ക് ഡോൾബി വിഷൻ കിട്ടുന്നത്. പിന്നെ ഇതിൻ്റെ വേറെ പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ നമുക്ക് ഡോൾബി വിഷൻ എടുക്കുന്ന വീഡിയോസ് നമുക്ക് ഐഫോണിൽ തന്നെ ഇരുന്ന് നമുക്ക് എഡിറ്റ് ചെയ്യാം. അതുപോലെ തന്നെ ഇത് വ്യൂ ഒക്കെ ചെയ്യാൻ പറ്റുന്നതായിരിക്കും. സോ ഇതിപ്പോൾ നമ്മൾ അറ്റ് ലാസ്റ്റ് ഫോൺ മേടിക്കണോ വേണ്ടയോ എന്നൊക്കെ നോക്കിയാൽ ഇതിപ്പോൾ ഞാൻ ഇത് ഇൻഡെപ്ത് ആയിട്ട് പറയുന്നത് നമ്മളെ റിവ്യൂ വീഡിയോയിലാണ്. പക്ഷേ എൻ്റെ ഫസ്റ്റ് ഇംപ്രഷനിൽ തന്നെ ഞാൻ നോക്കിയാൽ ഇതിൻ്റെ സ്റ്റാർട്ടിംഗ് വില എന്താണെന്ന് വെച്ചാൽ 79,000 ആണ് കിട്ടുന്നത്. എന്ന് വെച്ചാൽ നമുക്ക് 64 GB വേരിയൻ്റ് ആണ് കിട്ടുന്നത്. സോ അപ്പോൾ ഞാൻ നിങ്ങൾക്ക് റെക്കമെൻഡ് ചെയ്യുന്നത് നിങ്ങൾ എന്തായാലും 64-നകത്ത് പോകേണ്ട ആവശ്യമില്ല. നിങ്ങൾ എന്തായാലും നേരെ 128 GB നിങ്ങൾ എന്തായാലും പോവുക. 128 GB വില എന്താ വെച്ചാൽ 85,000 ആണ്. സോ അപ്പോൾ നിങ്ങൾക്ക് അത്രയും വരെ എന്തായാലും ബഡ്ജറ്റ് ഉണ്ടെങ്കിൽ എന്തായാലും നിങ്ങൾക്ക് ഇതിനെ കൺസിഡർ ചെയ്യാവുന്നതായിരിക്കും. സോ അപ്പോൾ ഞാൻ 64 GB എന്തായാലും നിങ്ങൾക്ക് റെക്കമെൻഡ് ചെയ്യുന്നില്ല. നിങ്ങൾ 128 അല്ലെങ്കിൽ 256 എന്തായാലും ട്രൈ ചെയ്ത് നോക്കുക. കാരണം ഇതിനകത്ത് നമുക്ക് മെമ്മറി കാർഡിൻ്റെ സ്ലോട്ടൊന്നും കിട്ടുന്നില്ല. പിന്നെ ഇതിനകത്ത് റിലേറ്റഡ് ആയിട്ടുള്ള മിക്ക സംഭവങ്ങളും കേസിൻ്റെ റിവ്യൂ വീഡിയോയിൽ ഞാൻ മൊത്തത്തിൽ ഫുള്ളായിട്ട് ഇൻഡെപ്ത് ആയിട്ട് ഞാൻ മൊത്തത്തിൽ കവർ ചെയ്യുന്നതായിരിക്കും. സോ അപ്പോൾ നിങ്ങൾ അതിന് വേണ്ടി ജസ്റ്റ് സ്റ്റേ ട്യൂൺ ചെയ്യുക. ഗൈസ്, അപ്പോൾ ഇത്ര ഉള്ളൂ ഗൈസ് നമ്മുടെ ഐഫോണിൻ്റെ ജസ്റ്റ് ഒരു അൺബോക്സിങ്. അതുകൂടാതെ ഫസ്റ്റ് ഇംപ്രഷനും ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്ന എന്തായാലും വിചാരിക്കുന്നു. സോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ എന്തായാലും ഈ വീഡിയോ ജസ്റ്റ് ഒന്ന് ലൈക്ക് അടിക്കുക. സോ ഇത്ര ഉള്ള ഗൈസ് ഇന്നത്തെ വീഡിയോ. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാലും ചാനൽ ജസ്റ്റ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തോളൂ, ബെല്ലൈക്കൺ ജസ്റ്റ് ഒന്ന് എനേബിൾ ചെയ്ത് വെക്കുക. എന്നാലും വെച്ചാൽ അപ്പോൾ തന്നെ നിങ്ങൾ മൊബൈലിൽ നോട്ടിഫിക്കേഷൻ ആക്കി എടുത്തോളൂ. ഗൈസ്, അപ്പോൾ നമുക്കൊരു ടെക്നോളജി വീഡിയോ വരുന്നവരേക്കും ബൈ.